വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. അപ്പോൾ ഇന്ന് നമ്മൾ വിവരാവകാശ നിയമത്തിലെ 25 ചോദ്യങ്ങൾ ടെസ്റ്റ് പേപ്പറായിട്ട് നടത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? 25 ചോദ്യങ്ങൾ ടെസ്റ്റ് പേപ്പറായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദേശീയ വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനാണ്. എന്നാൽ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പ്രസിഡന്റ് ആണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്കെന്ന് ചോദിച്ചാൽ പ്രസിഡന്റിനാണ്. എന്നാൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തതാര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തതാര്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി ക്യാബിനറ്റ് മന്ത്രി. ഈ പറഞ്ഞവരിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തത് ആര്? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഗവർണർ, മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ക്യാബിനറ്റ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിൽ പങ്ക് വഹിക്കാത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിൽ ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നമുക്കറിയാം സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിന് ഒരു സെർച്ചിങ് കമ്മിറ്റി ഉണ്ട്. ഈ സെർച്ചിങ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 3 പേരാണ്. അപ്പൊ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ വിവരാവകാശ കമ്മീഷണറെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സെർച്ചിങ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 3 പേരാണ്. ആ 3 പേര് ആരൊക്കെയാണ്? ആ സെർച്ചിങ് കമ്മിറ്റിയുടെ തലവൻ ആരായിരിക്കും? സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അതുകൂടാതെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ഇവർ 3 പേരുമാണ് ആ സെർച്ചിങ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവർ ശുപാർശ ചെയ്യുന്ന ഒരാളെ ആയിരിക്കും ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതിന് സമാനമായിട്ടാണ് കേന്ദ്രത്തിലും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിന് 3 അംഗങ്ങളാണ് സെർച്ചിങ് കമ്മിറ്റിയിലുള്ളത്. അതിന്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. പിന്നെ ഏതായിരിക്കും? ലോകസഭ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഇവർ ശുപാർശ ചെയ്യുന്ന ഒരാളെ ആയിരിക്കും രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തത് ആരെന്നാണ് ചോദിച്ചത്. ഈ പറഞ്ഞിട്ടുള്ളതിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഉത്തരം. പങ്ക് വഹിക്കുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, ഗവർണറാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഗവർണർക്ക് ഇതിൽ എന്തുണ്ട്? പങ്കുണ്ട്. പിന്നെ വരുന്ന ഒരാൾ ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു? നിയമസഭ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ ഇതാണ് സെർച്ചിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 ഡാഷ് ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമോ ഉടമസ്ഥതയിലുള്ളതോ ഗണ്യമായ ധനസഹായം നൽകുന്നതോ ആയ പൊതു അധികാരികളുടെ ഓഫീസുകൾ. ക്വസ്റ്റ്യൻ ഇതാണ്. 2005 വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കാത്തത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. നമുക്ക് വിവരം ലഭിക്കാത്ത സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമോ ഉടമസ്ഥതയിലുള്ളതോ ഗണ്യമായ ധനസഹായം നൽകുന്നതോ ആയ പൊതു അധികാരികളുടെ ഓഫീസുകൾ. ഇവിടെ നിന്ന് നമുക്ക് വിവരം ലഭ്യമാകുമോ എന്നാണ് ചോദ്യം. 2, സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതു അധികാരികളുടെ ഓഫീസുകൾ. സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതു അധികാരികളുടെ ഓഫീസുകൾ. 3, കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ളതോ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതോ ആയ ഏതൊരു സ്ഥാപനവും. കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ഉള്ളതോ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതോ ആയ ഏതൊരു സ്ഥാപനവും. 4, കേന്ദ്ര സർക്കാർ നേരിട്ടോ അല്ലാതെയോ കാര്യമായ ധനസഹായം നൽകാത്ത ഒരു ഗവൺമെന്റ് ഇതര സ്ഥാപനം. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകാത്ത സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. ഈ 4 ഓപ്ഷനിൽ എവിടെ നിന്നാണ് നമുക്ക് വിവരം ലഭ്യമാകാത്തത്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് കേന്ദ്ര സർക്കാർ നേരിട്ടോ അല്ലാതെയോ കാര്യമായ ധനസഹായം നൽകാത്ത ഒരു ഗവൺമെന്റ് ഇതര സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭ്യമാകില്ല? വിവരങ്ങൾ ലഭ്യമാകില്ല. എന്നാൽ എന്താണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ളതും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വിവരങ്ങൾ ലഭ്യമാകും. അതേപോലെ സംസ്ഥാന സർക്കാരിന്റെ പൊതു ഉടമസ്ഥതയിലുള്ള അതോറിറ്റികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിവരങ്ങൾ ലഭ്യമാകും. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 5 ഓപ്ഷൻസ് പറയാം. അതിൽ ആദ്യത്തേത് എ ഓപ്ഷൻ ഇതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം വകുപ്പ് 12-1. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ ജോഡി ഇതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം വകുപ്പ് 12-1 രണ്ടാമത്തെ ജോഡി അംഗങ്ങളുടെ എണ്ണം 10-ൽ കുറയാത്തത്. അംഗങ്ങളുടെ എണ്ണം 10-ൽ കുറയാത്തത്. മൂന്നാമത്തേത് കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. നാലാമത്തെ ജോഡി ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് പ്രസിഡന്റ്. ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് പ്രസിഡന്റ്. അഞ്ചാമത്തെ ജോഡി പിരിച്ചുവിടുന്നത് കേന്ദ്ര സർക്കാർ. പിരിച്ചുവിടുന്നത് കേന്ദ്ര സർക്കാർ. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. അത് ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തേത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം വകുപ്പ് 12-1. രണ്ടാമത്തേത് അംഗങ്ങളുടെ എണ്ണം 10-ൽ കുറയാത്തത്. 3 കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 4 ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് പ്രസിഡന്റ്. 5 പിരിച്ചുവിടുന്നത് കേന്ദ്ര സർക്കാർ. ഇതിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 1 മാത്രമാണ് ശരി. ആദ്യം പറഞ്ഞ ജോഡി മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പൊ ശരിയായ ജോഡി 1 മാത്രം. ഒന്നാമത്തെ ജോഡി എന്താ നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 12-1. വകുപ്പ് 12-1 ശരിയാണ്. ചാപ്റ്റർ 3-ലാണ് കേന്ദ്ര വിവരാവകാശത്തെ കുറിച്ച് പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ചോദിക്കുകയാണെങ്കിൽ ചാപ്റ്റർ 3-ആണ്. അപ്പോൾ ഒന്നാമത്തെ ജോഡിയായിരുന്നു ശരിയായിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ജോഡി ഇങ്ങനെയാണ്. അംഗങ്ങളുടെ എണ്ണം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഇതിൽ 10-ൽ കുറയാത്തത് എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. എന്താണ്? 10-ൽ കൂടാത്ത അംഗങ്ങളാണ് അല്ലേ. 1+10 ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത അംഗങ്ങളും. ആകെ അംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? 10+1 11 എന്ന് വരും. അടുത്ത മൂന്നാമത്തെ ജോഡി ഇതായിരുന്നു. കമ്മീഷണറുടെ കാലാവധി തന്നിട്ടുള്ളത് 3 വർഷം 70 വയസ്സ്. തെറ്റാണ്. കമ്മീഷണറുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നാലാമത്തെ ജോഡി ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് പ്രസിഡന്റ് എന്നാണ് തന്നിട്ടുള്ളത്. തെറ്റാണ്. ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. 2019-ലെ ഭേദഗതി പ്രകാരം ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അഞ്ചാമത്തെ ജോഡി പിരിച്ചുവിടുന്നത് കേന്ദ്ര സർക്കാർ. തെറ്റാണ്. പിരിച്ചുവിടുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും പിരിച്ചുവിടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ അതാണ് ബാക്കി ജോഡികൾ ശരിയായിട്ട് ആണ് പറഞ്ഞത്. അടുത്തത് 5-ാമത്തെ ചോദ്യം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് അംഗങ്ങളുടെയും ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് ആര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് അംഗങ്ങളുടെയും ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സംസ്ഥാന സർക്കാർ, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി പാർലമെന്റ്, ഓപ്ഷൻ ഡി കേന്ദ്ര സർക്കാർ. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് അംഗങ്ങളുടെയും ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് ഉത്തരം കേന്ദ്ര സർക്കാരാണ്. നമ്മൾ പറഞ്ഞു ദേശീയ വിവരാവകാശ കമ്മീഷനായാലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനായാലും അവരുടെ ശമ്പളവും കാലാവധിയും നിർണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അടുത്ത 6-ാമത്തെ ചോദ്യം. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? മുഖ്യ വിവരാവകാശ കമ്മീഷണറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. പ്രസ്തുത വ്യക്തികളിൽ പെരുമാറ്റ ദൂഷ്യം തെളിയുകയോ സുപ്രീം കോടതിയിൽ റഫറൻസിന് അയച്ചതിന് പ്രകാരം അയോഗ്യത കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തൽസ്ഥാനത്ത് നിന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യാം.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പദവിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ സാമ്പത്തികമായോ മറ്റു തരത്തിലോ ഉള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ പുലർത്തുന്നയാളാണെന്ന് ബോധ്യമായാൽ നീക്കം ചെയ്യാം. 3, പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാം. 4, പദവി വഹിക്കുന്ന അവസരത്തിൽ തന്നെ ആർജിത ജോലിയിൽ വ്യാപൃതരായാൽ നീക്കം ചെയ്യാം. 5, ശാരീരിക മാനസിക ആരോഗ്യമില്ലായ്മ മൂലം പദവിയിൽ തുടരാൻ അർഹരല്ലെന്ന് ബോധ്യമായാൽ നീക്കം ചെയ്യാം. ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുക? സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തേത്, പ്രസ്തുത വ്യക്തികളിൽ പെരുമാറ്റ ദൂഷ്യം തെളിയുകയോ സുപ്രീം കോടതിയിൽ റഫറൻസിന് അയച്ചതിന് പ്രകാരം അയോഗ്യത കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാം. 2, പദവിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ സാമ്പത്തികമായോ മറ്റു തരത്തിലോ ഉള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ പുലർത്തുന്നയാളാണെന്ന് ബോധ്യമായാൽ നീക്കം ചെയ്യാം. 3, പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടാൽ നീക്കം ചെയ്യാം. 4, പദവി വഹിക്കുന്ന അവസരത്തിൽ തന്നെ ആർജിത ജോലിയിൽ വ്യാപൃതരായാൽ, മറ്റ് ജോലി എന്തെങ്കിലും വഹിച്ചാൽ നീക്കം ചെയ്യാം. 5, ശാരീരിക മാനസിക ആരോഗ്യമില്ലായ്മ മൂലം പദവിയിൽ തുടരാൻ അർഹരല്ലെന്ന് ബോധ്യമായാൽ നീക്കം ചെയ്യാം. ഏതൊക്കെ സാഹചര്യങ്ങളാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യാനായിട്ട് പറ്റുക? താഴെ പറയുന്നവയിൽ. ഉത്തരം ഈ മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് 7ാമത്തെ ചോദ്യം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ നിരസിച്ചാൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് അപേക്ഷകനെ അറിയിച്ചിരിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ നിരസിച്ചാൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് അപേക്ഷകനെ അറിയിച്ചിരിക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, അപേക്ഷ നിരസിക്കാനുള്ള കാരണങ്ങൾ. 2, അപ്പീൽ നൽകേണ്ട കാലയളവ്. 3, അപ്പീലിനായി അടയ്ക്കേണ്ട ഫീസും നടപടിക്രമങ്ങളും. 4, അപ്പീൽ സമർപ്പിക്കേണ്ട അധികാരിയെ സംബന്ധിച്ച വിവരങ്ങൾ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ നിരസിച്ചാൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് അപേക്ഷകനെ അറിയിച്ചിരിക്കേണ്ടത്? ഒന്നുകൂടി ഓപ്ഷൻ വായിക്കാം. 1, അപേക്ഷ നിരസിക്കാനുള്ള കാരണങ്ങൾ. 2, അപ്പീൽ നൽകേണ്ട കാലയളവ്. 3, അപ്പീലിനായി അടയ്ക്കേണ്ട ഫീസും നടപടിക്രമങ്ങളും. 4, അപ്പീൽ സമർപ്പിക്കേണ്ട അധികാരിയെ സംബന്ധിച്ച വിവരങ്ങൾ. അപ്പൊ ഇതില് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ നിരസിച്ചാൽ അതിന് എന്തൊക്കെയാണ് നമുക്ക് മറുപടി നൽകേണ്ടത് എന്നാണ് ചോദ്യം. അല്ല, ഉത്തരം വരുന്നത് 1, 2, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. 1, 2, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. നോക്കാം. 1, അപേക്ഷ നിരസിക്കാനുള്ള കാരണം നമ്മെ അറിയിച്ചിരിക്കണം. 2, അപ്പീൽ നൽകേണ്ട കാലയളവ് നമ്മെ അറിയിച്ചിരിക്കണം. പിന്നെ അപ്പീൽ സമർപ്പിക്കേണ്ട അധികാരിയെ സംബന്ധിച്ച വിവരങ്ങളും എന്ത് ചെയ്യണം? നമ്മെ അറിയിച്ചിരിക്കണം. അപ്പൊ ഇതിൽ തെറ്റായിട്ട് വന്ന സ്റ്റേറ്റ്മെന്റ് അപ്പീലിനായി അടയ്ക്കേണ്ട ഫീസ് നടപടിക്രമങ്ങളും, അത് അതിന്റെ ആവശ്യമില്ല. അപ്പീലിനായി നമ്മൾ പറഞ്ഞു 2ാം അപ്പീൽ സമർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ 1ാം അപ്പീൽ സമർപ്പിക്കുന്നതിനോ എന്തില്ല? ഫീസ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിച്ചാൽ എന്തുകൊണ്ടാണ് അത് നിരസിച്ചെന്നുള്ള കാരണം നമ്മളെ അറിയിച്ചിരിക്കണം. പിന്നെ രണ്ടാമത് പറഞ്ഞത് അത് അപ്പീൽ നൽകേണ്ട കാലയളവ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. അതുകൂടാതെ അപ്പീൽ സമർപ്പിക്കേണ്ട അധികാരിയെ സംബന്ധിച്ച വിവരങ്ങളും നമ്മെ എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കണം. അടുത്തത് 8ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിന്റെയോ രേഖയുടെയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? ചോദ്യം ഒന്നുകൂടി. 2005 വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിന്റെയോ രേഖയുടെയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? 3ാം കക്ഷിയിൽ നിന്ന് എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകമാണ് നോട്ടീസ് ലഭിച്ച് എത്ര ദിവസത്തിനകമാണ് 3ാം കക്ഷി തിരിച്ച് മറുപടി നൽകേണ്ടത്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി നൽകേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം. നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം 3ാം കക്ഷി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി നൽകണം. എന്നാൽ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 3ാം കക്ഷിയുടെ വിവരമാണ് നമ്മൾ അതിൽ ആവശ്യപ്പെടുന്നതെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ അപേക്ഷ ആർക്ക് അല്ലെങ്കിൽ ആ ഒരു നോട്ടീസ് 3ാം കക്ഷിക്ക് അയക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണെന്ന് ചോദിച്ചാൽ അത് 5 ദിവസത്തിനുള്ളിലാണ്.
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് അയക്കേണ്ടത് 5 ദിവസത്തിനുള്ളിലും നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷി തിരിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി നൽകുകയും വേണം. അടുത്തത് 9ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? 2005 വിവരാവകാശ നിയമപ്രകാരം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പകർപ്പവകാശ ലംഘനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് എന്നാണ് ചോദ്യം. പകർപ്പവകാശ ലംഘനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് സെക്ഷൻ 9, വകുപ്പ് 9 പറയുന്നത്. പകർപ്പവകാശത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പറയുന്നത് സെക്ഷൻ 9. 10ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ആരെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം? വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ഏതെല്ലാം? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഹൈക്കോടതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി ഹൈക്കോടതിയും സുപ്രീം കോടതിയും, ഓപ്ഷൻ ഡി ജില്ലാ കോടതികൾക്കും അതിനു മുകളിലേക്കുള്ള എല്ലാ കോടതികൾക്കും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ പറഞ്ഞത് ഹൈക്കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജില്ലാ കോടതികൾക്കും അതിനു മുകളിലേക്കുള്ള എല്ലാ കോടതികൾക്കും. ഉത്തരം വരുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും. വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ആരെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ്. അടുത്തത് 11ാമത്തെ ചോദ്യം. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യ അന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യ അന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം? അതായത് രഹസ്യ അന്വേഷണ സംഘടനയുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിവരാവകാശത്തെ സംബന്ധിച്ച്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിവരാവകാശ നിയമം ബാധകമാണ്. ഓപ്ഷൻ ബി അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമം ബാധകമാണ്. 3 ഓപ്ഷൻ സി മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമം ബാധകമാണ്. ഓപ്ഷൻ ഡി വിവരാവകാശ നിയമം ബാധകമല്ല. ഈ പറഞ്ഞ സെക്യൂരിറ്റി ഏജൻസിക്ക് വിവരാവകാശ നിയമം ബാധകമാണോ ബാധകമല്ലയോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. വിവരാവകാശ നിയമം ബാധകമാണ്. 2 അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമം ബാധകമാണ്. 3 മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമം ബാധകമാണ്. 4 വിവരാവകാശ നിയമം ബാധകമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമം എന്താണ്? ബാധകമാണ്. ഈ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് ഈ നിയമം അവർക്ക് ബാധകമാണ്. അടുത്ത 12ാമത്തെ ചോദ്യം. വിവരാവകാശ ഭേദഗതി നിയമം അവസാനമായി ഭേദഗതി ചെയ്ത വർഷം എന്നാണ്? വിവരാവകാശ ഭേദഗതി നിയമം അവസാനമായി ഭേദഗതി ചെയ്ത വർഷം. ഉത്തരം 2019. നമുക്കറിയാം വിവരാവകാശ നിയമം അവസാനമായിട്ട് ഭേദഗതി ചെയ്ത വർഷം 2019 അടുത്തത് 13ാമത്തെ ചോദ്യം. വിവരാവകാശ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാര്? വിവരാവകാശ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാര്? ഉത്തരം ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ് ആണ് വിവരാവകാശ ഭേദഗതി നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത്. അടുത്ത 13ാമത്തെ ചോദ്യം. 1ാം അപ്പീൽ അപേക്ഷ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ്? 1ാം അപ്പീൽ അപേക്ഷ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ്? അതായത് 1ാം അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധി എത്രയാണ്? ഉത്തരം വരുന്നത് 30 ദിവസം. 30 ദിവസത്തിനുള്ളിലാണ് 1ാം അപ്പീൽ സമർപ്പിക്കേണ്ടത്.
15ാമത്തെ ചോദ്യം, ഒന്നാം അപ്പീൽ മറുപടിയിലും തൃപ്തികരമല്ലാതെ വരുന്ന അവസരത്തിൽ രണ്ടാം അപ്പീൽ 90 ദിവസത്തിനകം നൽകാവുന്നതാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഒന്നാം അപ്പീൽ മറുപടിയിലും തൃപ്തികരമല്ലാതെ വരുന്ന അവസരത്തിൽ രണ്ടാം അപ്പീൽ 90 ദിവസത്തിനകം നൽകാവുന്നതാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ വേണമെങ്കിൽ പറയാം. ഓപ്ഷൻ എ ഹൈക്കോടതിക്ക് മുൻപാകെ, ഓപ്ഷൻ ബി സുപ്രീം കോടതിക്ക് മുൻപാകെ, ഓപ്ഷൻ സി വിവരാവകാശ കമ്മീഷന് മുൻപാകെ, ഓപ്ഷൻ ഡി വകുപ്പ് തലവന് മുൻപാകെ. ഉത്തരം ഓപ്ഷൻ സി വിവരാവകാശ കമ്മീഷന് മുൻപാകെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ വിവരാവകാശ കമ്മീഷനാണ് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത്. എത്ര ദിവസത്തിനുള്ളിൽ? 90 ദിവസത്തിനുള്ളിൽ. അടുത്ത 16ാമത്തെ ചോദ്യം, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിൽ നിന്നും പ്രതിദിനം എത്ര രൂപ പിഴയായി ഈടാക്കാം? സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിൽ നിന്നും പ്രതിദിനം എത്ര രൂപ പിഴയായി ഈടാക്കാം? ഉത്തരം 250 രൂപ. ഇപ്പം വിവരം വേണ്ട സമയത്ത് കൃത്യമായിട്ട് നൽകിയില്ല എങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചുമത്താവുന്ന പിഴ ദിവസം 250 രൂപ, മാക്സിമം 25,000 രൂപ. അടുത്തത് 17ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന അവസരങ്ങളിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ അവസരങ്ങളിലാണ് വിവരങ്ങൾ നൽകേണ്ടാത്തത്? ഒന്നുകൂടി, 2005 വിവരാവകാശ നിയമപ്രകാരം സെക്ഷൻ 8 വകുപ്പ് 8 അല്ലെങ്കിൽ വകുപ്പ് 8 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന അവസരങ്ങളിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. ഏതൊക്കെ അവസരങ്ങളിലാണ് വിവരങ്ങൾ നൽകേണ്ടാത്തത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. വിവരങ്ങൾ നൽകുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയെയും പരമാധികാരത്തെയും മുൻവിധിയോടെ ബാധിക്കുമെന്ന് കണ്ടാൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. വിവരങ്ങൾ നൽകുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയെയും പരമാധികാരത്തെയും മുൻവിധിയോടെ ബാധിക്കും എന്നുണ്ടെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. അടുത്ത രണ്ടാമത്തേത്, വിവരങ്ങൾ നൽകുന്നത് സുരക്ഷാപരമായ അല്ലെങ്കിൽ തന്ത്രപരമായ, ശാസ്ത്രപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ അല്ലെങ്കിൽ രാജ്യ താൽപര്യത്തെ മറ്റൊരു രാജ്യവുമായുള്ള ബന്ധത്തെ മുൻവിധിയോടെ ബാധിക്കും എന്നുണ്ടെങ്കിൽ വിവരം നൽകേണ്ടതില്ല. ഒന്നുകൂടി വായിക്കാം. വിവരങ്ങൾ നൽകുന്നത് സുരക്ഷാപരമായ, തന്ത്രപരമായ, ശാസ്ത്രപരമായ, സാമ്പത്തികപരമായ, രാജ്യ താൽപര്യത്തെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായുള്ള ബന്ധത്തെ മുൻവിധിയോടെ ബാധിക്കും എന്നുണ്ടെങ്കിൽ സെക്ഷൻ 8 പ്രകാരം വിവരങ്ങൾ നൽകേണ്ടതില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും വിശ്വസ്തയോടെ ലഭിച്ച വിവരങ്ങളാണെങ്കിൽ നൽകേണ്ടതില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിശ്വസ്തയോടെ ലഭിച്ച വിവരങ്ങളാണെങ്കിൽ നൽകേണ്ടതില്ല. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊമേഴ്സ്യൽ, കോൺഫിഡൻസ്, വാണിജ്യ രഹസ്യങ്ങൾ, ബൗദ്ധിക അവകാശങ്ങൾ, പുറത്തു വന്നാൽ മൂന്നാമതൊരാൾക്ക് ദോഷം ചെയ്യുന്നതായ വിവരങ്ങൾ എന്നിവയാണെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. കൊമേഴ്സ്യൽ, കോൺഫിഡൻസ്, വാണിജ്യ രഹസ്യങ്ങൾ, ബൗദ്ധിക അവകാശങ്ങൾ, പുറത്തു വന്നാൽ മൂന്നാമതൊരാൾക്ക് ദോഷം സംഭവിക്കുന്നതാണെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടതില്ല. അപ്പോൾ സെക്ഷൻ 8 പ്രകാരം ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ സെക്ഷൻ 8 പ്രകാരം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വിവരങ്ങൾ നൽകേണ്ടാത്തത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. സെക്ഷൻ 8 പ്രകാരം ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ പറഞ്ഞ കാര്യങ്ങളിലും നമുക്ക് എന്ത് കിട്ടേണ്ടതില്ല? വിവരങ്ങൾ ലഭ്യമാകേണ്ടതില്ല. ഒന്നുകൂടി ആ സ്റ്റേറ്റ്മെന്റുകളൊന്ന് വായിക്കാം. വിവരങ്ങൾ നൽകുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയെയും പരമാധികാരത്തെയും മുൻവിധിയോടെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 8 പ്രകാരം വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതില്ല. പൗരന് വിവരങ്ങൾ ലഭ്യമാകില്ല. 2, വിവരങ്ങൾ നൽകുന്നത് സുരക്ഷാപരമായ, തന്ത്രപരമായ, ശാസ്ത്രപരമായ, സാമ്പത്തികപരമായ അല്ലെങ്കിൽ രാജ്യ താൽപര്യത്തെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായുള്ള ബന്ധത്തെ മുൻവിധിയോടെ ബാധിക്കുമെങ്കിൽ സെക്ഷൻ 8 പ്രകാരം വിവരങ്ങൾ നൽകേണ്ടതില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വിശ്വസ്തയോടെ ലഭിച്ച വിവരങ്ങളാണെങ്കിൽ ആ വിവരങ്ങളും ഒരു പൗരന് ലഭ്യമാകില്ല സെക്ഷൻ 8 പ്രകാരം. പിന്നെ കൊമേഴ്സ്യൽ, കോൺഫിഡൻസ്, വാണിജ്യ രഹസ്യങ്ങൾ, ബൗദ്ധിക അവകാശങ്ങൾ, പുറത്തു വന്നാൽ മൂന്നാമതൊരാൾക്ക് ദോഷം ചെയ്യുന്നതായ വിവരങ്ങളൊക്കെ ആണെങ്കിൽ ആ വിവരവും സെക്ഷൻ 8 പ്രകാരം ഒരു പൗരന് ലഭ്യമാകുകയില്ല. അടുത്ത 18ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് 2005 വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് 2005 വിവരാവകാശ നിയമമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ നിയമപ്രകാരം ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാനാകില്ല. ഈ നിയമപ്രകാരം ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാനാകില്ല. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിവരം ആവശ്യപ്പെടുന്നതിന്റെ വ്യക്തമായ ലക്ഷ്യം അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. വിവരം ആവശ്യപ്പെടുന്നതിന്റെ വ്യക്തമായ ലക്ഷ്യം അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം 1ഉം 2ഉം ആണ് ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത് 2005 വിവരാവകാശ നിയമമാണ്, ശരിയാണ്. രണ്ടാമത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ നിയമപ്രകാരം ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാനാകില്ല, അത് തെറ്റാണ്. ഒരു അപേക്ഷയിലൂടെ നമുക്ക് ഒന്നിലധികം വിവരങ്ങൾ എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിവരം ആവശ്യപ്പെടുന്നതിന്റെ വ്യക്തമായ ലക്ഷ്യം അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം, അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് കാരണത്താലാണ് വിവരം തേടുന്നതെന്ന് നമ്മൾ അറിയിക്കേണ്ടതില്ല. അടുത്തത് 19ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എ കോളം ബി കോളം എന്നാണ് തന്നിരിക്കുന്നത്. അതിലാദ്യം എ കോളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. എ കോളത്തിൽ ആദ്യം വരുന്നത് പകർപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അതിലാദ്യം എ കോളത്തിൽ വരുന്നത് പകർപ്പ് അവകാശവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ. പകർപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അടുത്ത തൊട്ട് താഴെ രണ്ടാമത് വരുന്നത് മൂന്നാം കക്ഷി വിവരം. മൂന്നാം കക്ഷി വിവരം. മൂന്നാം കക്ഷി വിവരം. അടുത്തതിൽ മൂന്നാമതായിട്ട് വരുന്നത് അപ്പീൽ നടപടിക്രമങ്ങൾ. അപ്പീൽ നടപടിക്രമങ്ങൾ. അടുത്ത 4 നൽകേണ്ടാത്ത വിവരങ്ങൾ. നൽകേണ്ടാത്ത വിവരങ്ങൾ. നൽകേണ്ടാത്ത വിവരങ്ങൾ. ഇനി ബി കോളത്തിൽ തന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ വകുപ്പുകളാണ്. അത് മാച്ച് ദ ഫോളോ ചേരുമ്പോൾ ചേർക്കാനാണ് തന്നിരിക്കുന്നത്. ആദ്യം സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 11, സെക്ഷൻ 19. ഇതായിരുന്നു ചോദ്യം. ചേരുമ്പോൾ ചേർക്കാനാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് പകർപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, 2 മൂന്നാം കക്ഷി വിവരം, 3 അപ്പീൽ നടപടിക്രമങ്ങൾ, 4 നൽകേണ്ടാത്ത വിവരങ്ങൾ. ബി കോളത്തിൽ സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 11, സെക്ഷൻ 19. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം നോക്കാം. ആദ്യം പറഞ്ഞത് പകർപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത് സെക്ഷൻ 9 ആണ്. പകർപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 9 ആണ്. അടുത്ത് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 11 ആണ്. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 11. അടുത്ത് അപ്പീൽ നടപടിക്രമങ്ങൾ സെക്ഷൻ 19. അപ്പീൽ നടപടിക്രമങ്ങൾ സെക്ഷൻ 19. അവസാനം നൽകേണ്ടാത്ത വിവരങ്ങൾ സെക്ഷൻ 8. ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. അടുത്ത് 19ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവി വഹിക്കുന്നത് ആര്? അടുത്ത 19ാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? നിലവിലെ മുഖ്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയാണ് നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ്. വി ഹരിനായർ. അടുത്തത് 20ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായതേത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായതേത്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങളൊന്നുമില്ല.
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങളൊന്നുമില്ല. രണ്ടാമത്തേത്, സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി നൽകണം. സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി നൽകണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം സാധ്യമല്ല. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം സാധ്യമല്ല. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. 3 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് നിയമിക്കുന്ന ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരുന്നതിന് വയസ്സ് സംബന്ധമായ തടസ്സങ്ങളൊന്നുമില്ല. തെറ്റാണ്. എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി എന്ന് നമുക്കറിയാം. അപ്പൊ 65 വയസ്സ് കഴിഞ്ഞാൽ ആ പദവിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? തുടരാനായിട്ട് കഴിയില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി നൽകണം. തെറ്റാണ്. ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? സംസ്ഥാനത്താണെങ്കിൽ ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. പിന്നെ മൂന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാകുന്നതാണ്. ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാകുന്നതാണ്. 2, പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. 3, വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെയുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെയുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ഒരു പൗരന് ലഭ്യമാകുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെയുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഒരു പൗരന് ലഭ്യമാകുന്നത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമവുമായി ശരിയല്ലാത്തത് ഏത്? വിവരാവകാശ നിയമവുമായി ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. രണ്ടാമത്തേത്, തികച്ചും വ്യക്തിപരമായ വിവരങ്ങൾ നിഷേധിക്കൽ. തികച്ചും വ്യക്തിപരമായ വിവരങ്ങൾ നിഷേധിക്കൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സൈനിക വിവരങ്ങൾ നൽകൽ. സൈനിക വിവരങ്ങൾ നൽകൽ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിദേശ നാണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകൽ. ഇതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. ആരാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അയാളുടെ പേര് എന്ത് ചെയ്യേണ്ടതില്ല? വെളിപ്പെടുത്തേണ്ടത് നിർബന്ധമല്ല. അപ്പൊ അതായിരുന്നു തെറ്റായിരുന്നത്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. തികച്ചും വ്യക്തിപരമായ വിവരങ്ങൾ നിഷേധിക്കൽ. വ്യക്തിപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല? ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകില്ല. സ്വകാര്യ വ്യക്തിയുടെ ഒന്നും വിവരങ്ങൾ ലഭ്യമാകില്ല. പിന്നെ അടുത്ത് പറഞ്ഞത് സൈനിക വിവരങ്ങൾ നൽകൽ. അതും എന്ത് ചെയ്യില്ല? വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്നതല്ല. 3, വിദേശ നാണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകൽ. അതും എന്ത് ചെയ്യില്ല? ലഭ്യമാകില്ല. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം പാലാട്ട് മോഹൻദാസ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പാലാട്ട് മോഹൻദാസ് ആണ്. നിലവിലെ അധ്യക്ഷൻ ആരാണ്? വി ഹരിനായർ. എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. നിലവിലേത്? ഹീരാലാൽ സമരിയ. അടുത്ത ലാസ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്?
ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഓപ്ഷൻ ബി ആസാം റൈഫിൾസ്, ഓപ്ഷൻ സി ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ ഡി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. ഇതിൽ ഈ പറഞ്ഞവയിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. നമ്മൾ ഇന്നും എന്താണ് 25 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്.